കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു എയർ ഇന്ത്യയുടെ വിമാനം അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ടത്. വളരെ ഞെട്ടലോടാണ് നമ്മളൊക്കെ അത് കേട്ടത്. പലവിധ കാര്യങ്ങൾ, സാങ്കേതിക കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 247 പേരുടെ ജീവനെടുത്ത ആ ഒരു അപകടം രാജ്യം വളരെ ഞെട്ടലോടാണ്. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു അപകടം, അതും ഒരു അറിയിപ്പ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ. മേഡേ കോൾന്ന് അവസാന നിമിഷം പൈലറ്റ് പറയുമ്പോൾ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ അത്രയും താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. അതൊരു ഹോസ്പിറ്റലിൻ്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ്. അവിടെയും ഈ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്ന കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറിയ വിമാനം അവിടെയുള്ള ആൾക്കാരുടെ കൂടി ജീവൻ എടുക്കുന്ന തരത്തിലായിരുന്നു. പക്ഷെ അതിൽ ഒരു വ്യക്തി മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അത് തന്നെ ഒരു എന്താ പറയുക, നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ അത് രക്ഷപ്പെട്ടു? ഇപ്പോഴും എന്താ പറയുക, ദൈവത്തിൻ്റെ കയ്യൊപ്പം എന്നൊക്കെ നമ്മളെപ്പോഴും പറയും. പക്ഷേ നമ്മൾ ദൈവമുണ്ട് എന്നൊക്കെ പലപ്പോഴും പറയുമ്പോൾ ഈ അപകടങ്ങളും ഈ യുദ്ധങ്ങളും ഒക്കെ വരുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ നിയന്ത്രിക്കാൻ ദൈവം എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാനും അത്തരത്തിൽ ഒരു പ്രവാചകൻ്റെ ഒരു പ്രവചനത്തെ പറ്റിയാണ്, ഈ ഒരു വിമാന അപകടവുമായി ബന്ധപ്പെട്ട ഒരു പ്രവചനത്തെ പറ്റിയാണ് ഞാനും പറയാൻ പോകുന്നത്. ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ശ്രീലങ്കയിലുള്ള ഒരു പാസ്റ്റർ ഇത്തരത്തിൽ പ്രവചിച്ചിരുന്നു എന്നുള്ളൊരു വാർത്തയാണ് കോടീശ്വരനായ ഹർഷ് ഗോയങ്ക് പങ്കുവെച്ച ഒരു വീഡിയോയിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് 1.33 മിനിറ്റ് ആണ് ഈ വീഡിയോയുടെ ദൈർഘ്യം. ഈ പാസ്റ്റർ ഈ വിമാന ദുരന്തം മുന്നേ കൂട്ടി കണ്ടിട്ട് ആ ഒരു പ്രവചനം നടത്തുകയാണ്. ഇന്ത്യയുടെ അഭിമാനമായ വിമാന കമ്പനി മിഡ് എയർ ഇഷ്യൂ നേരിടേണ്ടി വരുമെന്നാണ് പാസ്റ്റർ 2 തവണ മുന്നറിയിപ്പ് നൽകിയത്. 2024 നവംബർ 26 പാസ്റ്റർ ജെറോം ഫെർണാണ്ടോ വിശ്വാസികൾക്ക് ആദ്യത്തെ മുന്നറിയിപ്പ് നൽകിയത്. 2024 നവംബറിലായിരുന്നു ആദ്യ ഒരു മുന്നറിയിപ്പ്. അതിങ്ങനെയാണ് പറഞ്ഞത്, മിഡ് എയർ ഇഷ്യൂ. നമ്മുടെ ഇന്ത്യയിലെ അഭിമാനമായ ഒരു വിമാന കമ്പനിക്ക് ഇത്തരത്തിലൊരു പ്രശ്നം നേരിടേണ്ടി വരും എന്നാണ് പറഞ്ഞിരുന്നത്. തൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത ഇന്ത്യക്കാരെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ഒരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയത്. ഇങ്ങനെയാണ് ആ മുന്നറിയിപ്പ്: ഞാൻ ചിലത് കണ്ടു. നിങ്ങളുടെ ദേശീയ വിമാന കമ്പനി നിങ്ങളുടെ രാജ്യത്തിനുള്ളിൽ പറക്കുന്നുണ്ടായിരുന്നു. ഇത് ആകാശത്തൊരു ഭീഷണിയായി. നിങ്ങൾ അത് കേൾക്കും. അത് ആകാശത്ത് വെച്ച് പ്രശ്നമാകും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവചനം. ഈ വർഷം ഏപ്രിൽ 24 വിമാന ദുരന്തത്തിന് വെറും 49 ദിവസം മുമ്പും വീണ്ടും ഫെർണാണ്ടോ ഇത്തരത്തിലൊരു പ്രവചനം നടത്തി. ചുവന്ന എയർക്രാഫ്റ്റ് ബോഡി ഒഴിവാക്കുക, കാരണം ഇത് അപകടത്തിലാണ്. ഫെർണാണ്ടോയുടെ പ്രവചനം അവിശ്വസനീയമാണ് എന്നുള്ള രീതിയിലാണ് ഈ ഹർഷ് ഗോയങ്ക എന്ന് പറയുന്ന ഈ കോടീശ്വരൻ എക്സിൽ ഈ ഒരു കുറിപ്പ്, ഈ ഒരു വീഡിയോ ഉൾപ്പെടെ പങ്കുവെച്ചിട്ടുള്ളത്. പ്രവചനം സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് വൈറലായി. പക്ഷെ അതിനൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ ലോകത്തിലെ വിശ്വാസികളും നിരീശ്വരവാസികളും അതേപോലെ തന്നെ അവിശ്വാസികളും ഈ പറഞ്ഞ പല ആൾക്കാരുണ്ട്. അപ്പം പല രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ആയിരിക്കും വരുന്നത്. മിഡ് എയർ ക്രാഷ് എന്ന പ്രവചനം തെറ്റാണ് എന്നാണ് ചിലർ പറയുന്നത്. ഇത് മിഡ് എയർ ക്രാഷ് കൊണ്ട് ഉണ്ടായതല്ല, ടേക്ക് ഓഫിലാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ഒരു വ്യക്തി ഇതിൽ കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഈ വിൽസൺ CEO ആയതിനു ശേഷം എയർ ഇന്ത്യ നേരിട്ട സാങ്കേതിക തകരാറുകളുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ ഇത്തരമൊരു പ്രവചനം നടത്താൻ എളുപ്പമായിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. 2024 ഓഗസ്റ്റിൽ നിയമങ്ങൾ പാലിക്കാത്തതിന് എയർ ഇന്ത്യക്കെതിരെ 10 ലക്ഷം പിഴ ചുമത്തി എന്നുള്ള കമൻറ്റ് ഇത്തരത്തിലുള്ള വരുന്നത്. 2025 ഫെബ്രുവരിയിൽ ആവശ്യമായ റെഗുലേറ്ററി ആവശ്യകതകൾ പാലിക്കാതെ ഒരു പൈലറ്റിന് വിമാനം ഓടിക്കാൻ അനുവദിച്ചതിന് വ്യോമയാന സുരക്ഷാ റെഗുലേറ്റർ DGCA ടാറ്റ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യക്ക് 30 ലക്ഷം രൂപ പിഴ ചുമത്തി എന്നൊക്കെയുള്ള നിരവധി കമൻറ്റുകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ എയർ ഇന്ത്യ സ്വാഭാവികമായിട്ടും അവരുടെ ടെക്നിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ അവരുടെ കൃത്യമായിട്ടുള്ള പരിപാലനത്തിൻ്റെ ഇത് കാരണമാണ് ഇത്തരത്തിൽ ഈ സാങ്കേതിക തകരാറുണ്ടാവുകയും അല്ലെങ്കിൽ ഫ്ലൈറ്റിന് ഇത്തരത്തിലുള്ള അപകടം പറ്റിയത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ വരുന്നത്. ഏതായാലും ഈ ഒരു പ്രവചനം ഭയങ്കരമായിട്ട് അങ്ങ് വൈറലായി. എന്ത് തന്നെയായാലും നമ്മൾ ഇപ്പം ഹരി പത്തനാപുരം എന്ന് പറയുന്ന ഒരു ജ്യോത്സ്യൻ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം ഈ പറയുന്ന യുക്തിയോടുള്ള ചില കാര്യങ്ങളാണ് പലപ്പോഴും, ജ്യോത്സ്യനാണെങ്കിലും യുക്തിയോടുള്ള പല കാര്യങ്ങളുമാണ് പലപ്പോഴും അദ്ദേഹം പറയുകയും പ്രവചനമല്ല, അദ്ദേഹം പറഞ്ഞു ഫലിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹവും പറയുന്ന ഇതുപോലെ എനിക്കൊരു സ്ക്രീൻഷോട്ട് ഇട്ട് തന്നു ഒരു 3 ദിവസം മുമ്പ്. അതും ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ
വിമാന അപകടത്തിൻ്റെ ഒരു പിക്ചർ സഹിതമാണ് ഇട്ടുന്നത്. ഉടനെ തന്നെ ഇത് അപകടം ഉണ്ടാകും എന്നുള്ള രീതിയിൽ. അപ്പോൾ പെട്ടെന്ന് അതിശയിച്ചു പോയത് ഇങ്ങനെ പ്രവചനം ചെയ്യാൻ പറ്റുമോ, ഇത്രയും പ്രവചനം ചെയ്ത ആളിൻ്റെ പിന്നിൽ. പക്ഷേ ആ ഒരു ഫേക്ക് ഐ ഡി ആണ്, ഫേസ്ബുക്കിൻ്റെ ഫേക്ക് ഐ ഡി ആണ്. പക്ഷെ പിന്നീടാണ് അത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഹിസ്റ്ററി എഡിറ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നു എന്നുള്ളത്. നേരത്തെ ഉണ്ടായ ഏതോ ഒരു അപകടത്തിൻ്റെ ഇത് ടൈമും ഇതൊക്കെ മാറ്റിയിട്ട് 3 ദിവസം മുമ്പുള്ള പ്രവചനം എന്നുള്ള രീതിയിലാക്കി അതിൻ്റെ എന്തോ ഹിസ്റ്ററി, അതിൻ്റെ സാങ്കേതിക വിദ്യ കാര്യങ്ങൾ എനിക്കറിയില്ല, അങ്ങനെ മാറ്റിയിട്ടു എന്നുള്ളതാണ് ഹരീഷ് പത്തനാപുരം പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന നിരവധി പ്രവചനങ്ങൾ, ഇപ്പോൾ ഇത് ഞാനൊരു ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. നിരവധി പ്രവചനങ്ങളൊക്കെ ഇതിനൊക്കെ മുന്നോടി, ഒരു അപകടം ഉണ്ടാകുമ്പോഴാണല്ലോ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ പൊന്തി വരുന്നത്. അപ്പോൾ പല പ്രവചനങ്ങളും നടത്തി ഇത് മുൻകൂട്ടി ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ സന്യാസി ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഇന്നിങ്ങനെ പറയും. നമുക്കറിയാം ഈ പാസ്റ്റർമാരെയൊക്കെ പറ്റി ഞാൻ കുറ്റം പറയുമല്ല, പലപ്പോഴും ഈ രോഗസൗഖ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മുടന്തി നടക്കുന്ന ആളിനെ പെട്ടെന്ന് സൗഖ്യമാക്കുക, കണ്ണ് കാണാത്ത ആളിന് കണ്ണ് കാഴ്ച നൽകുക, ഈ പറഞ്ഞ ക്യാൻസറായിട്ട് വരുന്ന വ്യക്തിയുടെ ക്യാൻസർ രോഗം മാറ്റുക എന്നൊക്കെ പറയുന്ന പല വിദ്യകളും നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ ഈ പറഞ്ഞ കൺകെട്ട് വിദ്യയായിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയോ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുക. പക്ഷേ പിന്നീടൊക്കെ ഈ കുറച്ചുകൂടെയൊക്കെ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ജനങ്ങളെ ഈ മനുഷ്യൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞതും ലോകം തിരിച്ചറിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഒരു സന്ദർഭത്തിലേക്ക് വരുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ ഒരു നഗരവൽക്കരണ രീതിയിലേക്ക് വന്നപ്പോൾ മനസ്സിലായി ഈ പറയുന്നോണം സന്യാസിമാരായാലും പാസ്റ്റർമാരായാലും കാണിക്കുന്നതൊക്കെ പൊടിവിദ്യകളൊക്കെ വെറുതെ ആണെന്നുള്ളത്. ഒരു പക്ഷേ ഞാനിങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മതവിശ്വാസിക്ക് വ്രണപ്പെടുന്നുണ്ടെങ്കിൽ ഉള്ളതാണ്. നമ്മൾ സത്യം എന്തിനാണ് മറച്ചു വെക്കേണ്ട കാര്യം? അങ്ങനെയൊന്നും ഈ പറഞ്ഞോണം ഒരു പ്രവാചകൻ്റെ കയ്യിലൂടെയൊന്നും ഒരാൾക്കും അങ്ങനെയാണെങ്കിൽ എന്നെ എല്ലാവരെയും സൗഖ്യപ്പെടുത്താമല്ലോ. പക്ഷേ ഇതിൽ പിന്നീട് ഇതിൻ്റെ കള്ളത്തരങ്ങളെല്ലാം പലപ്പോഴും വെളിച്ചത്ത് വന്നിട്ടുണ്ട്. കേരളത്തിൽ തന്നെ മിക്ക പ്രശസ്തരായിട്ടുള്ള പാസ്റ്റർമാർക്കെതിരെ ഇത്തരത്തിലുള്ള കേസുകളും നിയമ നടപടികളും ഒക്കെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല കള്ളത്തരങ്ങളും പൊളിഞ്ഞു വീണിട്ടുണ്ട്. കാരണം ഇവർ ഒരു സാമ്പത്തിക തട്ടിപ്പിന് അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള പിരിവിനൊക്കെ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ഈ പറഞ്ഞോണം അവർക്കൊരു കീർത്തിക്ക് വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നേരത്തെ മുൻകൂട്ടി ആളിനെയൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ട് കുരുടനായിട്ടും മുടന്തനായിട്ടും ഒക്കെ വന്നു നിന്നുകൊണ്ട് അത് സൗഖ്യമാകുന്നു എന്നുള്ള രീതിയിലൊക്കെ വരുന്നത്. അല്ലാതെ പല കോപ്രായങ്ങളും പാസ്റ്റർമാരുടെയൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനോട് അതുപോലെ തന്നെ ഈ പറഞ്ഞോണം സന്യാസിമാരുടെ എന്തോ ഇങ്ങോട്ട് വരുമ്പോൾ ആ രോഗം മാറ്റുക, അവിടെ അടിച്ച് രോഗം മാറ്റുക, വെള്ളം തളിച്ച് ഇത് അതൊന്നുമില്ല. നമുക്ക് വിശ്വാസം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഒരു പക്ഷേ ഒരു പ്രപഞ്ചശക്തി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരിക്കും, ഈശ്വരൻ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കാം. അതിൽ വിശ്വസിക്കുക. അനാവശ്യമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് മനുഷ്യൻ പോകുമ്പോഴാണ് കൊലയും കൊലപാതകങ്ങളും ഈ പറഞ്ഞോണമുള്ള പല കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കുരുതികളൊക്കെ നടക്കുന്നതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാതിരിക്കുക. ഇപ്പോൾ ഇതിൽ നിന്ന് ഈ ഫ്ലൈറ്റ് അപകടത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ളത്, അതുപോലെ തന്നെ ഒരു കുട്ടി അവിടെ നിന്നുകൊണ്ട് ഈ കറക്റ്റ് വിമാനം പറന്ന് ഇത് ആക്സിഡൻറ്റ് പറ്റുന്ന ഇത് എടുത്തു എന്നൊക്കെയുള്ള ദൈവത്തിൻ്റെ ചില അടയാളങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ദൈവം അങ്ങനെ മാറ്റി വയ്ക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ അവർക്ക് ആ കുട്ടിക്ക് 12 വയസ്സുള്ള കുട്ടിക്ക് അപ്പോൾ തന്നെ ആ വീഡിയോ മൊബൈലിൽ പകർത്താനും അതുപോലെ തന്നെ ഒരേ ഒരാളാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ആ വ്യക്തിക്ക് എന്തോ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ്, ദൈവത്തിൻ്റെ ഒരു സാമീപ്യം അല്ലെങ്കിൽ മറ്റുള്ള ലോകത്തിനോട് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ മാറ്റി വെച്ചതുമൊക്കെ. അപ്പം ഒരു പക്ഷേ ഈശ്വരൻ എന്ന് പറയുന്ന വിശ്വാസം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ വ്യക്തി മാത്രമായിട്ട് എങ്ങനെ രക്ഷപ്പെട്ടു, ആ കൃത്യസമയത്ത് എങ്ങനെയാണ് ഈ കുട്ടി ഈ ഫ്ലൈറ്റിന് തന്നെ ആ വീഴുന്ന ആ മൊമെൻറ്റിൽ തന്നെ എടുക്കാൻ കുട്ടിക്ക് സാധിച്ചത്, ഇതൊക്കെ ഒരു അദൃശ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ കരങ്ങളൊക്കെ ആയിരിക്കാം. എന്തായാലും പാസ്റ്ററിൻ്റെ പ്രവചനം എന്തായാലും തെറ്റാണ് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൽ എന്തൊക്കെയോ സത്യങ്ങൾ, പിന്നെ ഈ ചിലവരൊക്കെ ഇല്ല എട്ടാപ്പൊട്ടത്ത പോലെ എന്തെങ്കിലുമൊക്കെ ഇല്ല ശംഭുവിനെയൊക്കെ പോലെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നതും ആയിരിക്കാം. പക്ഷെ എന്ത് തന്നെയായാലും ചില അടയാളങ്ങളും കയ്യൊപ്പുകളും ഒക്കെ ദൈവം ചിലപ്പം നേരത്തെ കൊടുക്കും, ചിലപ്പോൾ അതിന് ശേഷവും കൊടുക്കും. അതായിരിക്കും നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത്.